ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒട്ടും എണ്ണ കുടിക്കാത്ത അതുപോലെ കുറേ സമയം പൊങ്ങിയിരിക്കുന്ന പൂരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് റവ വെച്ചിട്ടാണ് ഈ ഒരു പൂരി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി റവ ഞാൻ ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് ഞാനൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരിതരിപ്പൊക്കെ ഉണ്ടാവുന്ന പ്രശ്നമല്ല. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ചൂടുവെള്ളമൊന്നും വേണ്ട, സാധാരണ നമ്മുടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കാം. പിന്നെ ഞാനിത് പത്തിരി പ്രസ്സുമേൽ വെച്ചിട്ടാണ് അമർത്തിയെടുക്കുന്നത്. പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. പത്തിരി പ്രസ്സുമേൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഒന്ന് അമർത്തിയെടുക്കുക. ഇതുപോലെ എല്ലാം ഇങ്ങനെ ചെയ്യുക. നമുക്ക് സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുക്കാം. അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മുടെ പൂരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലെ ഒന്ന് എണ്ണ ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നാൽ പൊങ്ങി വരും. കണ്ടില്ല, നല്ലോണം പൊങ്ങി വരുന്നുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ മൈദ വെച്ചിട്ടൊക്കെ പൂരി തയ്യാറാക്കുമ്പോൾ കുറേ എണ്ണ കുടിക്കും. ഇത് ഈ റവ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല, എണ്ണ ഒട്ടും കുടിക്കുന്നില്ല. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ നമുക്ക് പൂരി ഈ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നാലേ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ എല്ലാ പൂരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ, അതുപോലെ ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുറേ സമയം ഇതുപോലെ പൊങ്ങിയിരിക്കുന്ന റവ വെച്ചിട്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.